നമുക്കിന്നൊരു ചെറിയ പായസം വെച്ചാലോ? മത്തങ്ങ പായസം. എന്നോടൊരാൾ ചോദിച്ചു മത്തങ്ങ പായസം വെക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് പറയാമോ എന്ന്. അത് ഞാനൊരു ചെറിയ ഉരുളി അടുപ്പ് വെച്ചു. ചൂടായി ഒരു ശകലം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ച് നമ്മൾ നല്ല നട്ട്സൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കും. ചൂടാക്കിയെടുക്കും. കുറച്ചേ വെക്കുന്നുള്ളൂ. നിങ്ങൾ സിമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം. അപ്പോൾ ഒന്ന് ചൂടായി. എന്നിട്ട് മുന്തിരി ഇട്ടു. മുന്തിരിങ്ങായും നട്ട്സും വറുത്ത് കോരിയേ. ആ തേയിലോട്ട് തന്നെ, ആ നെയ്ക്കകത്തോട്ട് തന്നെ മത്തങ്ങ കണ്ടോ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി നുറുക്കി വെച്ചിരിക്കുന്ന ഇതകത്തിട്ടൊന്ന് വഴറ്റി വേണം. അതൊക്കെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ. മത്തങ്ങ നമ്മളുടെ നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയേ. ഈ തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഒന്നാം പാലോ രണ്ടാം പാലൊന്നും അങ്ങനെയില്ല. തേങ്ങ മിക്സി നല്ലപോലെ അടിച്ചെടുത്ത് ഒരു മുറി തേങ്ങ എടുത്തു. അതിൻ്റെ പാലാണിത്. ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വേഗട്ടെ കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് തിളച്ച് നല്ലപോലെ പാറ്റിയിട്ടൊന്ന് വെന്ത് കിട്ടും. മത്തങ്ങ തേങ്ങാപ്പാലിനകത്ത് ഒരുവിധം ഒന്ന് വെന്തു. മത്തങ്ങയുടെ കൂടെ ഞാനൊരു കൂട്ടം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ഇച്ചിരി കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പില്ലേ, അത് ചെറുതായിട്ടൊന്ന് വറുത്ത് അത് കുക്കറിനകത്ത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ചേർക്കുവാണേ. ചെറുപയർ വറുത്ത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇതല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് അതും കൂടി ഇതിൻ്റെ ഈ തേങ്ങാപ്പാലിനകത്ത് ഈ മത്തങ്ങയുടെ കൂടെ ഒന്ന് കുക്കറിലിട്ട് വെച്ചതാണ്. ഒന്നുകൂടെ ഒന്ന് വെന്തെടുക്കട്ടെ. ചെറുപയറിൻ്റെ പരിപ്പും എല്ലാം കൂടെ തേങ്ങാപ്പാലിനകത്തൊന്ന് വെന്തേ. തീ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കി ഒഴിക്കാം. ഇനി ഈ ശർക്കര പാനിക്കകത്ത് വലിയ വേസ്റ്റൊന്നുമില്ല, നല്ല ശർക്കരയാണ്. ഈ ശർക്കര പാനിക്കകത്തും കൂടെ ഒന്ന് തിളച്ച് വേണം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിച്ചു പിടിക്കാതെ. ഇതിപ്പോൾ കുറി കട്ടയായി വരും. ഇപ്പോൾ മത്തങ്ങയും ചെറുപയറിൻ്റെ പരിപ്പും തേങ്ങയുടെ പാലും ഈ ശർക്കരയും എല്ലാം കൂടെ ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഗ്ലാസ് പശുവും പാല് ചേർക്കുവാണേ. ഇതും കൂടെ ഒന്ന് ചൂടായി ഒന്ന് കുറുകി വരണം. പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുന്തിരിങ്ങയും നട്ട്സും വറുത്തത് ഞാൻ അതിനകത്ത് ഇട്ടു. ഒരു തരി ഉപ്പിടുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏലക്കായും ജീരകവും പൊടിച്ചതിട്ടു. നമ്മുടെ പായസം റെഡിയായി. ഇനി ഇരുന്ന് തണുക്കുമ്പോൾ കുറേ കൂടെ കുറുകും. നമ്മുടെ മത്തങ്ങ പായസം. മത്തങ്ങയുടെ ഒന്നും തരി പോലും കാണാനില്ല. ഇതാണ് നമ്മുടെ മത്തങ്ങ പായസം. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.